ഗൈസ് അങ്ങനെ AFC ഏഷ്യൻ കപ്പിന്റെ ഒരു ക്യാമ്പയിൻ അവസാനിക്കുന്നു. ഖത്തർ തുടർച്ചയായുള്ള രണ്ടാം തവണ ചാമ്പ്യൻസ് ആകുന്നു. ജോർദനെ പരാജയപ്പെടുത്തി 3-1 എന്ന സ്കോറിലാണ് ആതിഥേയരായിട്ടുള്ള ഖത്തർ ആ ഒരു വിജയം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു AFC ഏഷ്യൻ കപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു നിര എന്ന നിലയിൽ നമുക്ക് ഇന്ത്യയെ പറയാം. ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് ഒരു വലിയൊരു ഡ്രോപ്പ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ 24 ടീമുകളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത് ഇന്ത്യയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ത്യയുടെ ഒരു പോയിന്റ് നില 102-ാം സ്ഥാനത്തായിരുന്നു. 15 റാങ്കിങ്ങിൽ താഴോട്ട് പോയി 117-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും പുതിയൊരു ഫിഫ റാങ്കിങ് വരുമ്പോൾ എന്നുള്ളതൊക്കെയാണ് കാൽക്കുലേഷൻസ് സൂചിപ്പിക്കുന്നത്. അത് ഒരു വലിയ ഡ്രോപ്പ് തന്നെയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റാങ്കിങ് താഴോട്ട് പോകുന്നത് വിയറ്റ്നാം ആയിരിക്കും. 12 പോയിന്റ് റാങ്കിങ് താഴോട്ട് പോയി 106-ാം സ്ഥാനത്തേക്ക് അവരെത്തും. അതുപോലെ തന്നെ ചൈനയ്ക്കും ഒരു വലിയ പോയിന്റ് ഡ്രോപ്പ് ഉണ്ടാകും. അവർ 9 റാങ്കിങ് താഴോട്ടിറങ്ങി 88-ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ്. സമീപകാലത്തൊക്കെ ചൈന ഏറ്റവും താഴേക്ക് വന്നിട്ടുള്ളൊരു റാങ്കിങ് ഇതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ചില വമ്പൻ രാജ്യങ്ങളും ഇതേപോലെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ താഴേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിപ്പം കിർഗിസ്ഥാൻ, ലെബനൻ, ഒമാൻ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും പ്രധാനമായിട്ടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. കാരണം നമുക്ക് ക്വാളിറ്റിയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് റാങ്കിങ്ങിനേക്കാൾ ഉപരി. കാരണം ഇപ്പോൾ ഉള്ള ഒരു റാങ്കിങ് ഒക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്റ്റ് റാങ്കിങ് എന്നുള്ളതാണ്. ഇപ്പം റാങ്കിങ് എന്നൊക്കെ പറയുന്നത് ഒരു കാൽക്കുലേഷൻ്റെ ബേസിസിലൊക്കെയാണ്. ഇത് എക്സാക്ട്ലി ഒരു റാങ്കിങ് വെച്ചല്ല ഏറ്റവും ബെസ്റ്റ് കൺട്രീസിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമുക്ക് അറിയാവുന്നതുമാണ്. സോ ചില കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ റാങ്കിങ് മുന്നേറ്റം കൂടാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ആദ്യം ശ്രമിക്കേണ്ടത്. റാങ്കിങ് ഇപ്പോൾ പോട്ട് നിർണ്ണയത്തിലൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും റാങ്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും പോയിന്റ് ലോസ്റ്റ് ആയി എന്നുള്ള കാര്യം വരുന്ന സമയത്ത് പോയിന്റ് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ റാങ്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള രാജ്യങ്ങളെ കൂടി നമുക്കൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അതിലിപ്പം ഖത്തർ തന്നെയാണ് ഏറ്റവും ഒരു നല്ലൊരു മെച്ചപ്പെട്ട ഒരു റാങ്കിങ് നേടുന്നത്. 21 സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി 37-ാം സ്ഥാനത്തേക്ക് ഒരു ഫിഫ റാങ്കിങ്ങിൽ എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ ജോർദൻ ഒരു 14 സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി 73-ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു. മറ്റൊരു ടീം എന്ന് പറഞ്ഞാൽ തായ്ലൻഡാണ്. തായ്ലൻഡ് 12 സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി 101-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അതായത് ഇന്ത്യക്കാളൊക്കെ ഒരുപാട് പുറകിലായിരുന്നു. ഇപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ വരുന്നത്. ഇപ്പം തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു റൈവൽസ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. സോ അവരിപ്പോൾ ഒരു മുന്നേറ്റം നടന്നു. പ്രത്യേകിച്ച് അവരിപ്പം റൗണ്ട് ഓഫ് 16 ഒക്കെ അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചു, അവർക്ക് വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളതാണ് അവരൊരു പോയിന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാക്കിയത്. ഏതായാലും മൊത്തത്തിൽ പറയുമ്പോൾ ഏഷ്യൻ കപ്പ് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ റാങ്കിങ്ങിലൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചത് ഇന്ത്യക്കാണ്. പക്ഷേ അത് ഒരു പാഠമാക്കി ഉൾക്കൊണ്ട് ഇനിയും മുന്നേറ്റങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമന്റ് ബോക്സിൽ കാണിക്കുകയാണ്. സനിയ.